കൊല്ലം ചടയമംഗലത്ത് കടയിൽ കയറി അതിക്രമം കാണിക്കുകയും കടയിലെ ജോലിക്കാരന്റെ മൂക്കിന്റെ പാലം ഇടിച്ചുപൊട്ടിക്കുകയും ചെയ്ത കേസിൽ സഹോദരന്മാരെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ആയൂർ കാറാളികോണം ആബിദീൻ മൻസിൽ 41 വയസ്സുള്ള അസീസുർ റഹ്മാനെയാണ് പ്രതികൾ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചത്. ആയൂർ അകമണിലുള്ള കടയിലാണ് അതിക്രമം നടത്തിയത്. കടയുടമയായ അൻഷാദിനെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിച്ച അബ്ദുൽ അസീസിനെ സഹോദരങ്ങളായ അറക്കൽ ഇടയം ലക്ഷ്മി വിലാസത്തിൽ 38 വയസ്സുള്ള അജേഷ്, ആയൂർ ഇളമാട് അജേഷ് ഭവനിൽ 36 വയസ്സുള്ള വാവ എന്നറിയപ്പെടുന്ന രാജേഷ് എന്നിവർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായി. 2024 ഒക്ടോബർ 5 രാത്രി 9:30 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. സഹോദരങ്ങളായ യുവാക്കൾ രാത്രിയോടെ ആയൂർ അകമണിലുള്ള കടയിലെത്തുകയും കടയുടമയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് തടസ്സം പിടിക്കുവാനായി ചെന്ന അബ്ദുൽ അസീസിനെ തറയിൽ തള്ളിയിടുകയും കയ്യിൽ കിടന്ന സ്റ്റീൽ ഇടിവള വെച്ച് ഇയാളുടെ മുഖത്തും മൂക്കിലും ഇടിച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയും കടയിലിരുന്ന സോഡാ കുപ്പിയെടുത്ത് ദേഹത്ത് അടിക്കുകയും ചെയ്തു. സംഭവത്തിൽ അബ്ദുൽ അസീസിന്റെ മൂക്കിന്റെ അസ്ഥിക്ക് പൊട്ടൽ സംഭവിച്ചു. പിന്നീട് ഇവർ ഒളിവിൽ പോവുകയായിരുന്നു. ചടയമംഗലം പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം പ്രതികൾ ആയൂരിലുണ്ടെന്ന് മനസ്സിലാക്കുകയും ആയൂരിൽ വെച്ച് ഇരുവരെയും പിടികൂടുകയുമായിരുന്നു. പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. രാജേഷ് നിരവധി അടിപിടി കേസുകളിലെ പ്രതിയാണ്. ലോട്ടറി നോക്കിയിട്ട് വേറൊരു പയ്യനാണ് അടി ഉണ്ടാക്കിയത്. ചടയമംഗലം SHO സുനീഷ്, SI മോനിഷ്, പ്രൊഫഷൻ SI ശ്യാം, GSI അലക്സാണ്ടർ, SCPO നിഷാദ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ആയൂർ ടു OU ന്യൂസ്, ചടയമംഗലം.